Good morning, dear children. Good morning, Miss. Good morning, Miss. How are you? I am fine. What about you? Fine. Fine. Oh. Okay. Have you had your breakfast? Breakfast is the brain food. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ബ്രെയിൻ ഫുഡ് ആണല്ലേ? മിസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് എല്ലാ ക്ലാസ്സിലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണെന്നറിയോ? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫുഡ് ആണ്. നമ്മുടെ ബ്രെയിൻ എവിടെയാ? അറിയോ നിങ്ങൾക്ക് ബ്രെയിൻ എവിടെയാന്ന്? ബ്രെയിൻ തൊട്ട് കാണിച്ചേ. എന്തിനാ നമുക്ക് ബ്രെയിൻ? എന്തിനാണ്? എന്തിനാണ് അറിയോ? നമ്മൾക്ക് എഴുതണമെങ്കിലും പഠിക്കണമെങ്കിലും അതേപോലെ കളിക്കണമെങ്കിലും നമ്മൾക്ക് ബ്രെയിൻ വേണം അല്ലേ? ബ്രെയിൻ ആണ് നമ്മൾ എഴുതണോ പഠിക്കണോ കളിക്കണോ എന്നൊക്കെ ആ ഒരു ചിന്ത വരുത്തുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം കേട്ടോ. Okay, all of you mark your attendance. Page number എത്രയാ മിസ്? Then take your textbook and Akshardeep. Which letter we have studied yesterday? Which letter, Harshad? കബൂത്തര. കബൂത്തര എന്നല്ല, കാസെ കബൂത്തർ. Okay. All of you take. Okay. All of you open your page number 2. Page number 2. ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമ്മൾക്ക് പുതിയ ലെറ്ററിലോട്ട് പോവാം. പേജ് നമ്പർ 2. ആസെ അമരൂദ്, ആസെ അനാർ, ആസെ അഖ്രോട്ട്, ആസെ ആം, ആസെ ആദ്മി, ആസെ ആലു. Next letter E. Where is your ungali? This is my ungali. തൊട്ട് വായിക്കാം കേട്ടോ. എല്ലാവരും വിരൽ കൊണ്ട് തൊട്ട് വായിക്കാം. പിക്ചർ മനസ്സിലാക്കണം, അതേപോലെ ആ ലെറ്ററും മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് പേജ് നമ്പർ 2 പിക്ചർ മനസ്സിലാക്കണം, അതുപോലെ ലെറ്റേഴ്സും മനസ്സിലാക്കണം. ഹിന്ദിയിൽ ലെറ്റേഴ്സിന് നമ്മൾ വർണ്ണ് എന്നാ പറയാ. വർണ്ണ് ലെറ്റർ. ഓക്കെ, ലിസൺ. പേജ് നമ്പർ 3. ഈസെ ഇമലി, ഈസെ ഇസ്തിരി, ഈസെ ഇമാരത്ത്. ലിസൺ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പിക്ചേഴ്സാ കൂടുതൽ ഉണ്ടാവുക, അതേപോലെ ലെറ്റേഴ്സും. ഇമാരത്ത് പിക്ചർ തരുവാണ്, ഒരു ബിൽഡിങ്ങിന്റെ പിക്ചർ തരുവാണ്. എന്നിട്ട് നിങ്ങളോട് പറയാണ് ആ പിക്ചർ നെയിം പറയാൻ പറയും. ഓറൽ ക്വസ്റ്റ്യൻ ആണ്. പിക്ചർ നെയിം പോലോ എന്ന് പറയും. എന്താണ് പിക്ചർ നെയിം? ബിൽഡിങ്ങിന്റെ പിക്ചർ പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈസെ ഇമാരത്ത് ഓൾറെഡി പഠിച്ചതാണല്ലേ, അപ്പൊ അത് മനസ്സിൽ ഓടി വരണം. അപ്പൊ പിക്ചർ കണ്ട് മനസ്സിലാക്കണം, അതേപോലെ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണെന്ന്. ഈസെ ഇമാരത്ത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ഈസെ എന്ന് പറയുമ്പോൾ തന്നെ ആ ഈ പഠിച്ചു അല്ലെ. ഇമാരത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസെ ഈക്ക്, ഈസെ ഈംഡ്, ഈസെ ഈസ. നെക്സ്റ്റ് ലെറ്റർ ഉ. പേജ് നമ്പർ 4. ഊസെ ഉല്ലു, ഊസെ ഉപവൻ, ഊസെ ഉങ്കലി. അമ്മമാര് കൈകൊണ്ട് തൊട്ട് വായിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അമ്മമാരുടെ വിരലേ പഠിക്കുള്ളൂ. നമ്മുടെ വിരലും കണ്ണും പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ തൊട്ട് വായിക്കണം. നമ്മുടെ കണ്ണിലോട്ടാണ് ആ പിക്ചറൊക്കെ വരേണ്ടത് അല്ലേ? അതെ.
उ से उल्लू, उ से उपवन, उ से उंगली। ऊ से ऊषा, ऊ से ऊन, ऊ से ऊണ്ട്. ഈ ഊഷ എന്നുള്ളത് ഊണ്ട് എന്നുള്ള ഉങ്കലിയൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പിക്ചേഴ്സ് കാണാം. നെക്സ്റ്റ് ലെറ്റർ ഈസ് ഇർ. ഇർ സേ ഋഷഭ്, ഇർ സേ ഋഷി. നെക്സ്റ്റ് ലെറ്റർ എ. എ സേ എലി, എ സേ എക്ക, എ സേ എക്താര. Next letter I. I say Airawat, I say Ainak. Muhammad Marwan and Rishan, please on your video. I after O. O say ont, O say os, O say okali. Next letter Au. Au say Aurat, Au say Aujar, Au say Aushati. Am say Angur, Am say Anda, Am say Angudi. അതുപോലെ അങ്കൂർ, അണ്ട, ഈ പിക്ചറൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. സ്വരാക്ഷരിലെ ലാസ്റ്റ് ലെറ്റർ ആണ് ആ. അഹ എന്ന് വായിക്കാം. ആ എഴുതിയിട്ട് 2 ഡോട്ട് റൈറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ അത് ആ 2 ഡോട്ടിന്റെ പ്രൊനൗൺസിയേഷൻ ആ എന്നാണ്. ഇവിടെ അത് സൈലന്റ് ആണ്. ആ എന്ന് വായിച്ച ആന്ന് വായിച്ചാൽ മതി. അപ്പൊ അവിടെ വരുന്നത് അഹ എന്നാണ്. പക്ഷെ നമ്മൾ അങ്ങനെ വായിക്കണ്ട, സൈലന്റ് ആയിക്കോട്ടെ. ഹ ആ. ആ പറഞ്ഞു ഹോത്ത ഖാലി. അവിടെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിക്കുന്നില്ല പിക്ചേഴ്സ്. ദെൻ ടേക്ക് പേജ് നമ്പർ 8. വ്യഞ്ജനാക്ഷർ അല്ലേ, സ്വരാക്ഷർ ഫിനിഷായി. അത് കഴിഞ്ഞിട്ട് വ്യഞ്ജൻ, ഹിന്ദി വർണ്ണമാലയിലെ സ്വരാക്ഷർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ആ സ്വരാക്ഷരും അതിനോട് ചേർന്ന പിക്ചർ നെയിംസും അല്ലേ. എല്ലാവരും പഠിച്ചോ അത്? ഓക്കെ. എവിടുന്ന് നിങ്ങൾക്ക് പിക്ചർ ഇട്ട് തന്നാലും, ആ സ്വരാക്ഷരങ്ങളിലെ പിക്ചർ ഇട്ട് തന്നാലും നിങ്ങൾ പറയൂലേ? പിക്ചർ നെയിംസ് മനസ്സിലായില്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വ്യഞ്ജനാക്ഷരിലെ ഫസ്റ്റ് ലെറ്റർ ആണ് ക. ക സേ കബൂത്തർ, ക സേ കമൽ, ക സേ കലശ്. ക സേ കബൂത്തർ, കബൂത്തർ മീൻസ് പീജിയൻ. കമൽ ലോട്ടസ്, കലശ് എന്താണ്? കലശ്. കലശ് തന്നെയാണ് അത് ഇംഗ്ലീഷിലും പറയുന്നത്. താഴികക്കുടം എന്ന് പറയും. അതൊരു പൂജാ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ലെറ്ററിന്റെ പിക്ചർ നെയിം കൂടെ ഒന്ന് പറഞ്ഞുതരാം. നെക്സ്റ്റ് ലെറ്റർ ഈസ് ഖ. നെക്സ്റ്റ് ലെറ്റർ ഖ. ഖ സേ കരൽ, ഖ സേ ഖടിയ, ഖ സേ ഖർഗോശ്. അപ്പോൾ നമ്മള് വ്യഞ്ജനാക്ഷരം പഠിക്കുമ്പോൾ ക ഖ ഗ ഘ ങ അല്ലെ, ഒരു റോയിൽ ഒരു 5 ലെറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതില് എല്ലാം കാക്ക കാക്ക അങ്ങന്നല്ല, ഓരോ ലെറ്ററിനും ഓരോ പ്രൊനൗൺസിയേഷൻ. അപ്പോ ഫസ്റ്റ് ലെറ്റർ എങ്ങനെയാ വായിക്കുന്നത്? ക. രണ്ടാമത് വരുന്ന ലെറ്റർ ആണ് ഖ. കുറച്ച് നമ്മള് സ്ട്രെസ് കൊടുക്കണം, കുറച്ച് ഉറപ്പിൽ പറയണം. രണ്ടാമത്തെ ലെറ്റർ പറയുമ്പോ, രണ്ടാമത്തെ വ്യഞ്ജനാക്ഷരി ഖ. ഖ എന്ന് പറയുമ്പോ കുറച്ചൊന്ന് ഉറപ്പ് കൊടുക്കണം. ഖ സേ ഖരൽ. ഖരൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഖരൽ ആട്ടുകല്ല് അല്ലേ. എന്തിനാ അത്? എന്തിനാ നമ്മൾക്ക് ആട്ടുകല്ല്? ഇപ്പൊ അരി കുത്താൻ, അരി അരക്കാൻ അല്ലെ. ഇപ്പൊ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ അതൊക്കെ? നോ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല അല്ലെ. ഇപ്പൊ മിക്സി വന്നു, ഗ്രൈൻഡർ വന്നു. അപ്പൊ ഇതൊക്കെ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ മതി അല്ലേ. സമയമില്ല ഇപ്പൊ, അതുകൊണ്ടാണത് അല്ലെ. അതിലൊക്കെ പണിയെടുക്കണം, കുറച്ച് സമയം വേണം. എല്ലാവർക്കും സമയമില്ല, ഇതാണ്. അപ്പം നമ്മള് കറണ്ടിലേക്ക് പോയി അല്ലെ, എല്ലാ ഇലക്ട്രിക് സാധനങ്ങളിലോട്ട് പോയി. ഖാസേ ഖടിയ. ഖടിയ മീൻസ് ഖടിയ കോട്ട്. എന്താണ്? ഇങ്ങനത്തെ കട്ടിലുണ്ടോ നിങ്ങളുടെ വീട്ടില്? ഉണ്ടോ? കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സൗണ്ട് ഹർഷല്. ഓക്കെ. ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കട്ടിലുണ്ടോ?
ഖടിയ. ഇത് എന്താണെന്നറിയോ? നമ്മളെ കയറ് കൊണ്ട് കെട്ടിയിട്ടുള്ള കട്ടിലാണ്. ഹർഷൽ നന്നായിട്ട് വർത്താനം പറഞ്ഞിട്ടുള്ളൂ ഇന്ന്. ഹർഷൽ എന്താണ് മോനെ പറഞ്ഞേ? അമ്മ അൺമ്യൂട്ട് ചെയ്യ് പ്ലീസ്. അൺമ്യൂട്ട്. ഹർഷൽ എന്താ മോനെ പറഞ്ഞേ? വീണ്ടും അമ്മ മ്യൂട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കാൻ, അവരാ പറയുന്ന കാര്യങ്ങളായിട്ട്. അപ്പൊ ഈ അമ്മമാർ അത് അൺമ്യൂട്ട് ചെയ്യില്ല, അതാണ്. പിന്നെ വിളിക്കാട്ടോ ഹർഷലിനെ ഞാൻ. അമ്മ അത് വായ പൊത്തിപ്പിടിക്ക. നമുക്ക് പിന്നെ വിളിക്കാട്ടോ ഹർഷലെ. ഖടിയ. ഖടിയ എന്ന് പറഞ്ഞ കയറ് കൊണ്ട് ഉണ്ടാക്കിയ ആ കട്ടിലിനാ പറഞ്ഞത്. ഖാസെ ഖർഗോശ്. എന്താണ് ഖർഗോശ്? ഖർഗോശ് ആ റാബിറ്റ്. ആരുടെ വീട്ടിലാ ഉള്ളത് ഖർഗോശ്? നോക്കട്ടെ ആരുടെയൊക്കെ വീട്ടിലുണ്ട് ഖർഗോശ്? ആരുടെ ഇല്ല? ആ മുയല്, റാബിറ്റ്, ഖർഗോശ്. ഓക്കെ. ഇപ്പോൾ എന്താണ് വ്യഞ്ജനാക്ഷരങ്ങള്? 2 letters പഠിച്ചതൊക്കെയാണ്. ക, ഖ. All of you say loudly ക. ക എന്ന് പറഞ്ഞേ. ക. ഓക്കെ. രണ്ടാമത്തെ ലെറ്റർ എന്താണ്? ഖ. ഗ അല്ല മക്കളെ, ഗ അല്ല, ക. ഫസ്റ്റ് ലെറ്റർ ക. കബൂത്തർ. രണ്ടാമത് വരുന്നത് ഖ. കുറച്ച് ഉറപ്പിച്ച് പറയണം. ഖ. അപ്പൊ എങ്ങനെയാ നമ്മൾ ക എഴുതുക? അത് പഠിക്കണ്ടേ? എഴുതണ്ടേ നമ്മൾക്ക്? ഓറൽ മാത്രം മതിയോ? അപ്പോ all of you listen here, look here. ക എങ്ങനെ എഴുതുന്നതെന്ന് കണ്ടോ നിങ്ങള്? ഫസ്റ്റ് ഇതുപോലെ എഴുതിയാലേ നിങ്ങൾക്ക് ക എഴുതാൻ പറ്റുള്ളൂ. ഞാൻ എത്ര കാണിച്ചു കൊടുത്താലും ഇപ്പോഴും ചില കുട്ടികൾ ഫസ്റ്റ് കൊണ്ടുപോയിട്ട് 1 എഴുതി വെക്കും, എന്നിട്ട് ഇവിടെ ഒരു ഇത് റൗണ്ട് കൊടുക്കും, അപ്പുറത്ത് ഒരു റൗണ്ട് കൊടുക്കും. അങ്ങനെയല്ല എഴുതേണ്ടത്. അതിന്റെ പ്രൊനൗൺസിയേഷനും അതിന്റെ ലിപിയും എങ്ങനെയാണെന്ന് നോക്കിയോ. ഫസ്റ്റ് നമ്മൾ ഈ ആരോ മാർക്ക് ഇട്ടത് കണ്ടോ മിസ്? ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നു, എന്നിട്ട് നേരെ മുകളിലോട്ട് വരുന്നു, എന്നിട്ട് മുകളിലോട്ട് വന്നിട്ട് നേരെ താഴോട്ട് വരുന്നു. എന്നിട്ട് ആ താഴോട്ട് വന്നെടുത്തുനിന്ന് വീണ്ടും മുകളിലോട്ട് വരുന്നു, റാ പോലെ എഴുതുന്നു. എങ്ങനെയാ നോക്കിയോ? കണ്ടോ? ലുക്ക് ഹിയർ. നിങ്ങൾക്ക് അക്ഷരദീപത്തിലായാലും അതിന് ആരോ മാർക്ക് ഇട്ട് തന്നിട്ടുണ്ടാവും. റിഹാൻ എങ്ങനെയാ എഴുതിയത്? ഫസ്റ്റ് 1 വരച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എഴുതുവാണോ ചെയ്തത്? അങ്ങനെ എഴുതരുത്, അങ്ങനെയല്ല എഴുതണ്ടേ. All of you listen. Write like this. Like this. ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നു, നേരെ മുകളിലോട്ട് വന്നു, താഴോട്ട് വന്നു, റൈറ്റ് സൈഡിൽ എഴുതുന്നു. അപ്പൊ ഇവിടെ എവിടെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ലാസ്റ്റ് മാത്രമേ സ്റ്റോപ്പ് ചെയ്യുന്നു. കൈ വിരൽ എടുക്കാതെ വേണം ഇത് എഴുതാൻ. മുകളിലോട്ട് വന്നു, താഴോട്ട് വന്നു, നേരെ മുകളിലോട്ട് വന്നു, ഇങ്ങനെ എഴുതി. ലാസ്റ്റ് മാത്രം മുകളിൽ വരയ്ക്കുന്നു. All of you write like this. കണ്ടോ? പേരൻസ് ഒന്ന് റഫായിട്ട് അവിടെ എഴുതി കാണിച്ചു കൊടുത്ത് ഇതേപോലെ. എനിക്ക് ഇപ്പോഴും 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡിലെ കുട്ടികൾ ക എഴുതുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ വിഷമം പോലെയാണ്. ഇത്രയും നന്നായിട്ട് 2nd കുട്ടികളെ ഞാൻ അങ്ങനെ അക്ഷരങ്ങൾ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇപ്പോൾ 1st അപ്പോൾ അവര് ഇപ്പൊ നന്നായിട്ട് എഴുതുന്നുണ്ട്. എന്താണ് ഇതേപോലെ തന്നെ എഴുതുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ ചെയ്യുക ഇവര്? ഫസ്റ്റ് ഒരു 1 വരയ്ക്കും, എന്നിട്ട് ഇവിടെയും വരയ്ക്കും, ഇവിടെ വരയ്ക്കും. അങ്ങനെയല്ല അത് എഴുതേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ എഴുതുന്നു, ഇവിടെ തുടങ്ങി മുകളിലോട്ട് വന്നു, താഴോട്ട് വന്നു, ഇവിടെ എവിടെയും നമ്മൾ പെൻസിൽ എടുക്കുന്നില്ല, ലാസ്റ്റ് മാത്രം മുകളിൽ വരയിടാൻ വേണ്ടി മാത്രം. എങ്ങനെയാ റിഹാൻ എഴുതിയത്? ഒന്ന് കാണിച്ച മിസ്സിനെ. എങ്ങനെയാ എഴുതുന്നേ? മിസ് എഴുതി കാണിച്ച പോലെയാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇതുപോലെ എഴുതണം. മോൻ അവിടെ എഴുതി കാണിച്ചു തരാൻ പറ്റുമോ? അമ്മ പെൻസിൽ സ്ലേറ്റ് പിടിച്ചോ, നോക്കട്ടെ. അവിടെ കാണിച്ചാ മതി. എഴുതിക്കോ. മുകളിലോട്ട് വാ. അവിടെ നിർത്തരുത്. അതല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ആ സീന്ന് എഴുതുന്ന പോലെ എഴുതിട്ട് മുകളിലോട്ട് വരയ്ക്ക്.
സി എഴുതുന്ന പോലെ എഴുതി മുകളിലോട്ട് വരച്ചു, അതേപോലെ താഴോട്ട് വരുന്നു. ആ മുകളിലോട്ട് വാ, നിർത്തണ്ട. താഴോട്ട് വാ. ആ ഓക്കെ. ആ ഹാനിയ ഫാത്തിമ, വെരി ഗുഡ് വെരി ഗുഡ്. ജാനകി മാനു, ഓക്കെ. ഇതാണ് ഇതിന്റെ ലിപി. ഇപ്പൊ പേരൻസ് വേണമെങ്കിൽ ഒന്ന് റഫായിട്ട് എഴുതിയെടുത്തോ. ഇത് ഇങ്ങനെയാണ് ഫസ്റ്റ് എഴുതിയത്, കണ്ടോ? ഇതാണ് ഇതിന്റെ ലിപി, കണ്ടോ? ഇവിടെ എവിടെയും നമ്മൾ നിർത്തുന്നില്ല. ലാസ്റ്റ് മുകളിൽ വരയ്ക്കാൻ വേണ്ടി മാത്രമേ കൈവിരൽ എടുക്കുന്നുള്ളൂ. സന്ദേവ്, റിഷാൻ, സയാൻ, എല്ലാവരും സി എഴുതിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു അല്ലേ? അതാ അവിടെ ഒരു സ്റ്റോപ്പ് കാണുന്നത്. മാനവ് ഷൈജു, വെരി ഗുഡ്, ബഹുത് അച്ഛാ ഹൈ. ഓക്കെ സയാൻ, ഫാത്തിമ. അപ്പോൾ കാ എങ്ങനെ എഴുതാന്നുള്ളത് പഠിച്ചു. ഓക്കെ, then all of you take your അക്ഷർദീപ്. ഒരു ട്രയൽ നോക്കാം അല്ലേ? ഫസ്റ്റ് നമ്മൾക്ക് അതിന്റെ ലെറ്റേഴ്സിന്റെ മുകളിലൂടെ ഒന്ന് എഴുതി നോക്കണം അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് 2 ലൈനിൽ തന്നിരിക്കുന്ന അക്ഷരദീപത്തില്? ഫസ്റ്റ് റോയിൽ ഒന്ന് എഴുതി കാണിക്കാവോ? ഹർഷൽ, ഓക്കെ. കാണുന്നില്ല, ഹർഷലിന്റെ സ്ലേറ്റിൽ കാണുന്നില്ല. മുഹമ്മദ് മർവാൻ, ബുക്ക് കിട്ടിയ മോനെ? ഇല്ല അല്ലേ? സ്ലേറ്റ് തന്നെയാണ്. ഓക്കെ. സന്ദേവ് എന്താണ്? ഓക്കെ, സന്ദേവ് എവിടെയാ മോനെ കാ എഴുതുന്ന? 2 ലൈനിലല്ല എഴുതിയത്. 2 ലൈനിന്റെ ഇടയിലാന്ന് തോന്നുന്നു എഴുതിയത് അല്ലേ? 2 ലൈൻ കോപ്പിയിൽ എന്ന് പറയുമ്പോ 2 ലൈൻ. ആ ഓക്കെ ഓക്കെ, റഫായിട്ട് എഴുതി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മൾ ആ 2 ലൈനിൽ എഴുതുമ്പോ എന്ത് ഭംഗിയാവും, നല്ല ഉരുട്ടി എഴുതാൻ പറ്റും. അത് എവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ പെൻസിൽ വിടാതെ എഴുതണം. അതിന് ശേഷം മാത്രം മുകളിൽ വരയ്ക്കുക. അപ്പൊ അക്ഷരദീപത്തിൽ നിങ്ങൾക്ക് എന്താണ് കാസെ? വിച്ച് പിക്ചർ? വിച്ച് പിക്ചർ അക്ഷരദീപ് മേം? ടോമി, ടോമി. നോ നോ നോ, അക്ഷരദീപത്തിൽ നിങ്ങളുടെ അക്ഷരദീപത്തിൽ ഏത് പിക്ചറാ കൊടുത്തിരിക്കുന്നത്? കാസെ, കബൂത്തർ, കമൽ, കലശ്, ഇതിലേതെങ്കിലും ഒന്നാണോ? പിന്നെ എന്താണ്? ഒന്ന് മിസ്സിനെ കാണിച്ചേ. ടോമി ഒരു ടെക്സ്റ്റ്, സോറി അക്ഷരദീപ്. ആ കാസെ കമീസ് ആണോ? കമീസ്. അതെന്ന് തോന്നുന്നു അല്ലേ? മിസ്സിന് ഇവിടെ അക്ഷരദീപ് ഇല്ല മക്കളെ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പൊ കമീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് അതാന്ന് തോന്നുന്നു അല്ലെ? ഒരു ഉടുപ്പിന്റെ പിക്ചർ അല്ലേ കാണുന്നത് ഇവിടെ? നമ്മള് അതെ, ഓക്കെ. നമ്മള് മലയാളത്തിൽ കമ്മീസ് എന്ന് പറയും അല്ലേ? സൽവാർ കമ്മീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷിമ്മി, ഷിമ്മീസ് അങ്ങനെയൊക്കെ പറയുന്നില്ലേ? ആ സംഭവം കമീസ്, കമീസ് എന്ന് പറയും അതിന്. കമീസ് അതാണ് കേട്ടോ, ഒരു കുട്ടി ഉടുപ്പാണത്. ഓക്കെ. ഫസ്റ്റ് ചാൻസ് ഇസ് സന്ദേവ്. സന്ദേവ്, ആർ യു ഫൈൻ? സുഖാണോ നിനക്ക് സന്ദേവേ? ഒരു ഉഷാറില്ലാത്ത കിടക്കെ തന്നെയാണല്ലോ ഇന്ന്. ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളോ? Did you brush your teeth? ജലദോഷമാണ്, എനിക്ക് തോന്നി എന്തോ ഒരു വിഷമം. ജലദോഷം പിടിച്ചു അല്ലേ? കാലാവസ്ഥ മാറി, ചൂടും തണുപ്പും ഇടകലർന്ന് വരുമ്പോ നമുക്ക് എല്ലാവർക്കും മാറും അല്ലേ? അതെ, മിസ്സിനും നല്ല തൊണ്ടവേദനയും ചുമയൊക്കെ ആയിരുന്നു. സന്ദേവ് ഒന്ന് വായിച്ചു കേൾപ്പിച്ച മോനെ. കാസെ കബൂത്തർ, കാസെ കബൂത്തർ, കാസെ കമൽ, കാസെ കമൽ, കാസെ
Kalam. Kalash. Colors. Very good. Kase. Kadal. Kase kadiya. Kase khargosh. Kase khargosh. Very good. Rihan. Today's homework. Which letter? Ka. Kase. Kabar. Okay. Right. Kase. Kase kabutar. Kase kamal. Kase kalash. Kase kalash. Kase khadiya. Kase gudiya. Kase khargosh. Khargosh. Very good. Very good. Then next Janaki Manu. നിങ്ങൾ ഉണ്ടല്ലോ ഹോംവർക്ക് എന്താ ചെയ്യണ്ടേ അക്ഷരദീപത്തില് ക എന്ന ലെറ്റർ എഴുതണം കേട്ടോ. Kase kabutar. Kase kamal. Kase കലശ്. നെക്സ്റ്റ് ലെറ്റർ ഖ. Kase kalal. Kase kadiya. Kase khargosh. ഖർഗോശ്. അത് ഭംഗിയുണ്ടല്ലേ ഖർഗോശിനെ കാണാൻ. Yes. ഖർഗോശിന്റെ കണ്ണിന്റെ കളർ എന്താണെന്നറിയോ? അറിയോ? ഖർഗോശിന്റെ കണ്ണിന് എന്ത് കളറാണെന്നറിയോ? നല്ല റെഡ് കളറാണ്. നല്ല റെഡ് കളറാ. നല്ല രസമാണ് കാണാൻ. ഹർഷൽ. Kase kabutar. Kase kamal. Kase kalash. Kase galal. Kase gadiya. Kase khargosh. വെരി ഗുഡ്. റയാൻ. Kase kamal. Kase kabutar. Kase എന്താ സയാൻ? കാസേ കബൂത്തർ. കാസേ കമൽ. Kase kamal. കാസേ കലശ്. Kase kalash. നെക്സ്റ്റ് ലെറ്റർ ഖ. Ka. ഖാസേ ഖരൽ. Kase karat. ഖാസേ ഖടിയ. Kase kadiya. ഖാസേ ഖർഗോശ്. Kase khargosh. ഓക്കെ. മുഹമ്മദ് മർവാൻ, ഞാൻ കണ്ടു. നീ കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അവിടുന്ന് നീ എന്തോ കഴിച്ചോണ്ടിരിക്കുന്നതാണ്. ക്ലാസ്സിൽ വന്ന് കഴിക്കുമ്പോ എനിക്ക് കൊതി വരുവേ. നിങ്ങൾക്ക് കൊതി പിടിക്കും. മർവാൻ അഡ്മിറ്റ് ചെയ്തേ. Kase kaburus. കബൂത്തർ. Kase kabutar. Kase kalash. നെക്സ്റ്റ് ലെറ്റർ Kase kadiya. Kase kalal. Kase khargosh. Khargosh. തിരക്കാണല്ലേ? നീ എന്താ കഴിച്ചോണ്ടിരിക്കുന്ന ഇവിടെ? എന്നെ നോക്കിയിട്ട് ഇങ്ങനെ തൊട്ട് നാവിൽ വെക്കുന്നുണ്ട്. എന്നെ നോക്കിയിട്ട് വീണ്ടും നാവിൽ വെക്കുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ടോ അവിടുന്ന്. മറുവാൻ അച്ചാർ. എനിക്ക് തോന്നി അച്ചാർ കഴിച്ചോണ്ടിരിക്കല്ലേ? വെറുതെ അച്ചാർ കഴിക്കുവാണോ നീ? നല്ല മധുരമാണ് അച്ചാറിന്. Yes. മധുരമുള്ള അച്ചാറാ. ഓക്കെ. ഫാത്തിമ, എല്ലാവരും ഒന്ന് വായിപ്പിക്കാല്ലേ? നമ്മൾ ടൈം തീരാൻ പോവാണ്. ഫാത്തിമ. Kase kamal. Kase
കലശാന്നല്ല മോളെ, കലശ്. കലശ്. ഖാസെ ഖർ, ഖാസെ ഖടിയ, ഖടിയ, ഖാസെ ഖർഗോശ്. Okay, very good. Next chance is Hania Fatima. നിഹാൽ, പനി കുറഞ്ഞോ മോനെ? വായിച്ചോ ഹാനിയ? കമൽ, കാസെ കലശ്, കാസെ കരൽ, കാസെ കടിയർ, ഗഡിയർ, കാസെ ഖർഗോശ്. ഖാസെ ഖടിയ എന്നാട്ടോ, ഖടിയ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിഹാൽ. कबूतर, कासे कमल, कासे कलर, कासे खरल, कासे खरल, तरल, कडिया, cockroach. खरगोश. Where is Nihara? നിഹാരിക്ക് എത്ര വട്ടം പറയണം മടിയാന്ന്? ഒരു ദിവസം പോലും അല്ല, അങ്ങനെയല്ല, ഒരു ദിവസം പോലും മടിയില്ലാത്ത ദിവസം ഉണ്ടാവുന്ന വെച്ചിട്ടാ ചോദിച്ചത്. ഒന്ന് അന്വേഷിക്കണ്ടേടാ. നിഹാലിനെ മാത്രം കാണുമ്പോ ഒരു സങ്കടം. അപ്പൊ നിഹാരനെ അന്വേഷിക്കണ്ടേ? നിഹാര സ്കൂളിൽ ഇരിക്കാൻ തുടങ്ങിയില്ല. നിഹാര സ്കൂളിൽ വന്നിരിക്കാൻ തുടങ്ങിയില്ല അല്ലേ? ഇപ്പൊ നിഹാല് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ നിഹാരിക്ക്? ഇല്ല. നെക്സ്റ്റ് അഹമ്മദ് ഷെസിൻ. എന്നാലും മിസ് ചോദിക്കും കേട്ടോ, എല്ലാവർക്കും ചോദിക്കും. നിഹാലിനെ കാണുമ്പോ ഞാൻ നിഹാലിനെ ചോദിക്കും. അതെ അതെ, വായിച്ചോളൂ അഹമ്മദ് ഷെസിൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ഇനി ആരാണ് വായിക്കാനുള്ളത്? ഇഷിത. ഇതൊക്കെ റേഞ്ച് പോയിരിക്കുവാണ്. മാനവ ഷൈജു. Mummy Sungali is either. Where is Manav Shaiju Sungali? कबूतर, कमल, कलर, खरगोश. Okay, Ishida. कासे कबूतर, कासे कमल, कासे कलश, 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 कलर, कासे कलश, कासे गड़ा, कासे गड़ी, खड़िया, गड़िया, कासे खरगोश. Okay, very good. Rishan, Rishan വായിച്ചില്ലേ? ഒന്ന് വായിച്ചോടാ വായിച്ചില്ല. വായിച്ചോ. കാശെ കമൂത്ത, കാശെ കമൽ, കാശെ കലശ്, കാശെ ഗര,
गाछे खरगोश गोदिया गेदिया ഖടിയാ. വെരി ഗുഡ്. ഖാസെ ഖർഗോശ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരെങ്കിലും ക്ലാസ്സിൽ വായിക്കാത്തവരുണ്ടോ? എന്തൊക്കെ ഒന്ന് കൈ ഉയർത്തുക കേട്ടോ. നോ, എല്ലാവരും തന്നെ വായിച്ചല്ലേ? ഓക്കെ. What is the homework today? Which letter? Ka. Vyanjanakshar. First letter Ka. All of you write your Akshardeep. Then write notebook, half page. Write Ka. How many times? 5 times. Okay. ओके Okay. 2 line കോപ്പിയിൽ 5 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ലൈനിൽ ക എന്ന ലെറ്റർ അമ്മമാര് ക ക ക ക ക ഒരു 5 പ്രാവശ്യം ഫസ്റ്റ് റോയിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ലൈൻ വരച്ചു തരണം. അമ്മയോട് പറയണം സ്കെയിൽ വെച്ച് വരയ്ക്കണം. അല്ലെങ്കിൽ എന്താണ്, പാമ്പിനെ പോലെയൊക്കെ ഉണ്ടാവും സ്കെയിൽ ഇല്ലാണ്ട് വെക്കുമ്പോൾ അല്ലേ? നമ്മുടെ നോട്ട് ബുക്കിൽ ഒരു പാമ്പൊക്കെ കിടക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ സ്കെയിൽ വെച്ച് നേരെ വരച്ചു തരാൻ പറയണം. എന്നിട്ട് എഴുതുക നല്ല ഹാൻഡ് റൈറ്റിംഗിൽ. ഫസ്റ്റ് അമ്മമാരൊന്ന് ഹെൽപ്പ് ചെയ്യണം, കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. കാരണം നമ്മുടെ കുഞ്ഞു വിരലാണല്ലേ, കുഞ്ഞു വിരൽ ഒന്ന് വഴങ്ങി വരണ കുറച്ച് പാടുണ്ട്. അപ്പൊ ഒന്ന് അമ്മമാരെ ഒരു 2 ലൈനൊക്കെ എഴുതുന്ന വരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എഴുതിക്കോളൂ അല്ലേ? പിന്നെ അമ്മമാരുടെ കൈയുടെ ആ ഹെൽപ്പ് വരുമ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളൂല. ഫസ്റ്റ് മാത്രം അമ്മമാരോട് ഹെൽപ്പ് ചെയ്യാൻ പറയാ, ബാക്കി നിങ്ങൾ തന്നെ എഴുതുക. ഓക്കെ ഓക്കെ. ഒരു ഹാഫ് പേജ് എഴുതിയാൽ മതി. അതിന്റെ താഴെയായിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് ലെറ്റർ നാളെ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ലെറ്റർ നാളെ എഴുതിയാൽ മതി. ഇന്ന് ആ ഒരു ലെറ്റർ മാത്രം എഴുതി പഠിക്കാം. അപ്പൊ മിസ് പറഞ്ഞ എങ്ങനെയാണ്? നിങ്ങൾ ഫസ്റ്റ് ഇപ്പൊ എഴുതി കാണിച്ച പോലെ സീൻ എഴുതിട്ട് അവിടെ നിർത്തരുത്. അപ്പൊ ആ സീൻ എഴുതുന്നത് നിർത്താതെ എങ്ങനെയാണ്? അപ്പം അങ്ങനെ എഴുതി മുകളിലോട്ട് നേരെ വന്നു, അതേപോലെ താഴോട്ട് വരച്ചു, അതേപോലെ വീണ്ടും ആ വണ്ണിലൂടെ മുകളിലോട്ട് വന്നിട്ടാണ് റാ പോലെ എഴുതുന്നത് അല്ലേ? അങ്ങനെയാണ് ക എഴുതേണ്ടത്. ലാസ്റ്റ് മാത്രം മുകളിൽ വരയ്ക്കുക. ഓക്കെ, അവർ ക്ലാസ് ഈസ് ഓവർ. എന്തൊക്കെ പറയാനുണ്ടോ മിസ്സിനോട്? നമ്മുടെ LKG UKG കുട്ടികളൊക്കെ ഉണ്ടല്ലോ, മിസ് പെട്ടെന്ന് ഒരു 15 മിനിറ്റ് ഒക്കെ ക്ലാസ് എടുത്തിട്ട് പിന്നെ അവരുടെ പാട്ടും കഥകളും ബഹളവും ഒക്കെയാണ്. എന്താണ് റിഷാൻ? കഥ പറഞ്ഞോളൂ. റിഷാന്റെ കഥകൾ 3 മിനിറ്റേ ഉള്ളൂ ഓർക്കണേ. ഒരു നാട്ടിൽ ഒരു കുരങ്ങനും ഒരു മുതലും ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കുരങ്ങ അത്തിപ്പഴം തിന്നിട്ട് പൊയില് വെള്ളം കുടിക്കാൻ പോകുമ്പോ മുതല വന്നു. എന്നിട്ട് കുരങ്ങനോട് ചോദിച്ചു, കുരങ്ങ കുറച്ച് അത്തിപ്പഴം തരാമോന്ന് ചോദിച്ചു. ഇട്ടിട്ട് ഇങ്ങനെ കൊറേ കാലം കഴിഞ്ഞു. ഒരു പ്രാവശ്യം വന്നിട്ട് അത്തിപ്പഴം മേടിച്ചു കൊണ്ടു. എന്നിട്ട് ഒരു ഭാര്യക്കും കുറച്ച് കൊണ്ട്. ഭാര്യ പറഞ്ഞു, ആ അത്തിപ്പഴം തിന്നുന്ന കുരങ്ങന്റെ കയ്യില് നല്ല കരലുണ്ടാവും. നല്ല കരലുണ്ടാവും. മുതല തിരിച്ചു വന്നിട്ട് കൊണ്ടുപോയി. കുറച്ച് ദൂരം എത്തുമ്പോ ഇന്ന ശക്തിയൊക്കെ ആക്കാനൊന്നല്ല കൊണ്ടുപോകുന്നു. എന്റെ ഭാര്യക്ക് നിന്റെ കരല്, അയ്യോ എന്റെ കരല് എന്റെ മരത്ത് പോലില്ല. അവിടെ പോയിട്ട് എടുക്കാൻ പോയി. എനിക്ക് കരകൻ തുള്ളിക്ക് ദുഷ്ടനായ മുതലേ, എന്റെ കരല് തട്ടിപ്പറിക്കാനാണ് നീ കൊണ്ടുപോയത്. അങ്ങനെ ചോദിച്ചല്ലേ? കഴിഞ്ഞു. നല്ലൊരു കഥയായിരുന്നു. പക്ഷെ റിഷാന്റെ വോയിസ് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോയിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഡേ ഒന്നും കൂടെ റിഷാന്റെ കഥ എനിക്ക് കേൾക്കണം. നല്ലൊരു സ്റ്റോറി ആയിരുന്നു.
അല്ലെ? ദുഷ്ടനായ മുതലച്ചാരുടെ ആ കഥ ഒന്നുകൂടെ നാളത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് വീണ്ടും കേൾക്കാം കേട്ടോ. ദിശാൻ വരണേ, നാളത്തെ ക്ലാസ്സിൽ ഉണ്ടാവില്ലേ? ടൈം കഴിഞ്ഞു മോനെ. മറുവാൻ ഓക്കെ. മറുവാന്റെ ഒരു പാട്ടോട് കൂടി നമ്മുടെ ക്ലാസ് കട്ടാവും. ഓക്കെ, സ്റ്റാർട്ട്. മറുവാൻ. കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ പൂമണം പേരി വരുന്ന കാറ്റ് കാണാൻ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ട് പോകുന്നു ചല്ലക്കാറ്റ്. Very good. Give clap. All of you give clap. Very good. Okay, bye bye. See you. Bye bye. See you next class.